ഹലോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കുട്ടനാടാണ് കേട്ടോ. ഞാൻ എല്ലാ തവണ നാട്ടിൽ വരുമ്പോഴും എൻ്റെ കെട്ടിയവനോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമാണ് എനിക്ക് കുട്ടനാട് പോകണം, എനിക്ക് കുട്ടനാട് പോകണം എന്ന്. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പോയിട്ട് അവിടുത്തെ ഷാപ്പിലെ എരിവുള്ള മീൻകറിയും കപ്പയൊക്കെ കഴിക്കണം. പിന്നെ പ്രത്യേകിച്ച് ഒരു കോട്ടയം കറി ആയതുകൊണ്ട് എരിവുള്ള മീൻകറിയും കപ്പയും ഒരാവേശം തന്നെയായിരുന്നു. സോ അപ്പം ഞങ്ങൾ പോകുന്ന വഴിയാണ്. എന്ത് രസമാണല്ലേ, എന്ത് ഭംഗിയാണല്ലേ. സോ എന്ത് നല്ല പ്രകൃതി രമണീയമായ ഒരു ഗ്രാമം. അപ്പം നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, നല്ല മനസ്സിനൊരു നല്ലൊരു കുളിർമയാണത്, കുളിർമ. അപ്പം ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. ഞാൻ, എൻ്റെ കെട്ടിയവൻ്റെ കൂട്ടുകാരൻ, പിന്നെ ഞങ്ങളുടെ കസിൻ ബ്രദർ. സോ ആ തോന്നിയാസം മുഴുവൻ ഇരുന്ന് കാണിക്കുന്നത് ഞങ്ങളുടെ കസിൻ ബ്രദറാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. സോ അപ്പം നമ്മൾ ഈ കാണുന്ന പുഴ കടന്നിട്ട് വേണം നമ്മൾ ആ ഷാപ്പിലേക്ക് എത്താൻ. രാജപുര ഷാപ്പ് അങ്ങനെയാണ് അതിൻ്റെ പേര്. സോ അപ്പം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബോട്ട് വരുന്നതിനായിട്ട്. ഞങ്ങൾ ഏകദേശം ഒരു 5-5:30-6 മണിയൊക്കെ ആയിട്ടുണ്ടാവും അവിടെ എത്തിയപ്പോഴത്തേനും. ഞങ്ങൾ താമസമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇതിനിടയ്ക്ക് എൻ്റെ കെട്ടിയവൻ സെൽഫി എടുക്കുവാന്നോ വീഡിയോ എടുക്കുവാന്നോ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. സോ അപ്പോൾ ബോട്ട് വന്നു, ഞങ്ങൾ ബോട്ടിൽ കയറി. എനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്ക് ഒരുപാട് ഈ ഓളം തട്ടുന്ന വെള്ളം, പിന്നെ ഈ വെള്ളത്തിന് ചില സമയങ്ങളിൽ നല്ല നീല കളർ, പച്ച കളർ അങ്ങനെയൊക്കെ കാണുമല്ലേ. അപ്പോൾ അത് കാണുമ്പോഴത്തേനും എനിക്ക് മനസ്സിനകത്ത് ഭയങ്കര ഒരു പേടിയാണ് കേട്ടോ. അതെനിക്ക് മാത്രമുള്ള പേടിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഭയങ്കര മുറുകെയൊക്കെ പിടിച്ചിരിക്കണം, കാരണം എനിക്ക് അത്രയ്ക്ക് നല്ല പേടിയുണ്ട്. എങ്ങാനും വെള്ളം മറിഞ്ഞ് എങ്ങാനും വെള്ളത്തിൽ പോയോ എനിക്കത് ഓർക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ പേടിച്ച് അവിടെ എന്തായാലും എത്തി. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നല്ല കാന്താരി കള്ള്, ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. ഞങ്ങൾ ഒരു കുടേ ഓർഡർ ചെയ്തുള്ളൂ, പിന്നെ ബാക്കി അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളപ്പം ഓർഡർ ചെയ്തു, കപ്പ ഓർഡർ ചെയ്തു, പിന്നെ താറാവ് കറി, തവള ഇറച്ചി, പിന്നെ എന്തായിരുന്നു കക്ക റോസ്റ്റ്, വലിയൊരു മീൻ തലക്കറി. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത്. പറയാതിരിക്കാൻ പറ്റില്ല, ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ ഒരു തരി പോലും ബാക്കി വെക്കാതെ ആ ഫുഡ് എല്ലാം കഴിച്ചു തീർത്തു. ഞാൻ ആദ്യമായിട്ടാണ് തവള ഇറച്ചി കഴിക്കുന്നത്, പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ നാവിലിപ്പോഴും വെള്ളം ഓടുന്നു. നല്ല ടേസ്റ്റായിരുന്നു. തലക്കറിയൊക്കെ എൻ്റെ പൊന്നോ, ഞങ്ങളൊന്നും ഒരു ശകലം പോലും ബാക്കി വെക്കാതെ ഞങ്ങളതെല്ലാം കഴിച്ച് തീർത്തു എന്നുള്ളതാണ്. പിന്നെ നമ്മളവിടെ പോകുമ്പോഴത്തേനും നമ്മൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ആയിട്ട് പോകും കേട്ടോ. കാരണം നമുക്ക് ഒറ്റയ്ക്കൊന്നും നമുക്ക് ഫുഡ് കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല. നമ്മൾ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല വർത്തമാനം പറഞ്ഞ് എൻജോയ് ചെയ്ത് കള്ളൊക്കെ കുടിച്ച് നമ്മൾ ഫുഡെല്ലാം നല്ലോണം ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കള്ള് കുടിക്കുന്നതും അവർ കള്ള് കുടിക്കുന്നതെല്ലാം എൻ്റെ കെട്ടിയവനിരുന്ന് പകർത്തുന്നുണ്ട്. എൻ്റെ കെട്ടിയവനും നന്നായിട്ട് കുടിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പം ഞങ്ങൾ ഇതെല്ലാം കഴിച്ച് ഇതെല്ലാം ഫിനിഷാക്കി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഈ കാറിലല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴത്തേനും ചുമ്മാ ഇരുന്ന് എന്താ പറയുക, സൈലൻ്റായിട്ട് പോകുന്നതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് നല്ല എൻ്റർടൈൻ ചെയ്ത് നല്ല പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം നമുക്കിതൊക്കെ നാട്ടിൽ വരുമ്പോഴത്തേനും മാത്രമേ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രവാസികളായിട്ടുള്ള നമുക്കിതൊക്കെ മാത്രമാണ് നമുക്ക് എൻജോയ്മെൻറ്റ് തരുന്ന കാര്യങ്ങൾ. സോ അപ്പം ഇതിനിടയ്ക്ക് ഞങ്ങൾ നല്ല കോമഡികളും തഗ്ഗുകളും ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും 4 പേരും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിനൊന്നും പറ്റാതെ എൻ്റെ കെട്ടിയവൻ പാവം ഇരുന്ന് വണ്ടി ഡ്രൈവ് ചെയ്യുകയാണ്. സോ ഞങ്ങൾ അതിനിടയ്ക്ക് അങ്ങനെ കേട്ട് നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയുള്ള എൻ്റെ കുട്ടനാട് യാത്രാവിശേഷങ്ങൾ. സോ മസ്റ്റായിട്ട് നിങ്ങൾ പ്രവാസികൾ, അല്ലെങ്കിൽ എല്ലാ പ്രവാസികളല്ല, എല്ലാ ആൾക്കാരും നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കുട്ടനാട്.